തൊഴിലാളി മണ്ഡലം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് റെയിൽവേയിൽ ലോക്കോ പൈലറ്റായി സേവനമനുഷ്ഠിച്ച വേണുഗോപാൽ ജെയുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. സർവീസിൽ കയറിയിട്ട് ഒരുപാട് വർഷമായി, അത് കഴിഞ്ഞിപ്പോൾ റിട്ടയർമെന്റും ആയി. ഈ ഒരു സർവീസ് കാലയളവിൽ ആസ് എ ലോക്കോ പൈലറ്റ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു സന്ദർഭം ഏതായിരുന്നു? ലോക്കോ പൈലറ്റായിട്ട് സർവീസിൽ കയറിയിട്ട് എനിക്ക് സന്തോഷം തോന്നിയ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് എന്ന് പറയാൻ എനിക്കാവില്ലെങ്കിലും ഒന്ന് രണ്ടെണ്ണം എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കിടപ്പുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് 2018 ഒരു വെള്ളപ്പൊക്ക സമയത്ത് അന്ന് ട്രെയിൻ ഡ്യൂട്ടി ചെയ്ത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്ന് വിശ്രമിക്കുകയാണ്. അപ്പോൾ വെള്ളം ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. നാട് മുഴുവൻ മുങ്ങുന്ന ഒരു പ്രതീതി, നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത, അതായത് എൻ്റെയൊക്കെ തലമുറ ഇതൊക്കെ ടി വിയിലും പത്രത്തിലും മാത്രം വായിച്ചറിഞ്ഞിട്ടേ ഉള്ളൂ ഇതുപോലെ ഒരു വെള്ളപ്പൊക്കം. അതായത് കേരളത്തിലെ മുക്കും മൂലയിലും ഒക്കെ വെള്ളം കയറുകയാണ്. പിന്നെ പഴമക്കാർ 99 വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ 2-3 മഴ അടുപ്പിച്ച് പെയ്യുമ്പോൾ ചിലപ്പോൾ ട്രാക്കൊക്കെ വെള്ളത്തിനടിയിലാവാറുണ്ട്. അതിൻ്റെ അപ്പുറം കേരളം മുഴുവൻ മുങ്ങുന്ന ഒരു പ്രതിഭാസമാണ് 2018 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ആ സമയത്ത് ആലുവ 1-ാം പാലം, അതായത് നിരപ്പ് കുറഞ്ഞ പാലം, അത് ആൾറെഡി മുങ്ങി. ആ സമയത്ത് അവിടെ സിംഗിൾ ലൈൻ വർക്കിംഗ്, 2 ലൈനിൽ ഒരെണ്ണം അബാൻഡൻ ചെയ്തിട്ട് ഒരെണ്ണത്തിൽ മാത്രം ട്രെയിൻ ഓടുന്നു. അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ട് അടയ്ക്കുന്നു. തിരുവനന്തപുരം എയർപോർട്ടിൽ വെള്ളം കയറി. തിരുവനന്തപുരം കൊല്ലം ആ ഒരു സെക്ഷനിലെ പല നദികളിലും പാലത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഡേഞ്ചർ മാർക്ക്, അതിന് മുകളിൽ വെള്ളം ഒഴുകുന്നു എന്നൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ ഞാനും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഞങ്ങൾ കുറച്ച് അധികം ക്രൂകൾ തിരുവനന്തപുരത്തെ റെസ്റ്റ് റൂമിൽ അടുത്ത ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ട്രെയിനുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്തിട്ട് ഒരു ദിവസമായി. 2-ാം ദിവസവും വീണ്ടും വെള്ളം കൂടുന്നതല്ലാതെ അതിന് കുറയുന്നില്ല. നിരവധി വാർത്തകൾ അവിടുന്ന് മരണത്തിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ ഒക്കെ വാർത്തകൾ കേൾക്കുന്നു. ട്രെയിനുകളൊന്നും പോകുന്നില്ല. ആ സമയത്ത് ഒത്തിരി റിസ്ക് എടുത്ത് റെയിൽവേ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ഫ്ലഡ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ ഓടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ലോക്കോ പൈലറ്റായിട്ട് എന്നെയാണ് സെലക്ട് ചെയ്തത്. കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നദിയുടെ മുകളിലൂടെ ഉള്ള പാലങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. അവിടെ എഞ്ചിനീയറിംഗ് ഒഫീഷ്യൽസ്, എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയുടെ ഈ ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗത്തെ വിളിക്കുന്ന ഒരു പേരാണ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എഞ്ചിനീയറിംഗ് ഒഫീഷ്യൽസ് അവിടെ ഉണ്ടാവും. നിങ്ങൾ വളരെ കോഷ്യസ് ആയിട്ട് പോകണം. അപകടം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വളരെ മനസാന്നിധ്യത്തോടുകൂടി നിങ്ങൾ ആക്ട് ചെയ്യണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ എഴുതി തന്നെ തന്നാണ് ഞങ്ങളെ വിടുന്നത്. ഒരു കോഷൻ ഓർഡർ എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകം ഒരു നോട്ട് ചെയ്തിട്ട് അതിനകത്ത് ഡിവിഷണൽ സേഫ്റ്റി ഓഫീസർ പ്രത്യേകം എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എഴുതിയിട്ടുണ്ട്. അത് കൂടാതെ വേണുഗോപാൽ, ഞാൻ വിളിക്കുകയാണ്, വളരെ ശ്രദ്ധിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ. അറിയാമല്ലോ, നമ്മൾ കുറേ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനാണ് ഓടിക്കുന്നത്. അപ്പോൾ ആ ട്രെയിനിന് ഒരു അപകടം സംഭവിക്കാതെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ടെൻഷനായി. എന്നാൽ പോലും പല നദികളുടെ മുകളിലൂടെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ കാരണം ട്രാക്ക് പോലും കാണുന്നില്ല. ട്രാക്കിന് മുകളിലാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ അതിലൂടെ ശരിക്കും റെയിൽവേയുടെ നിയമപ്രകാരം അങ്ങനെ ട്രെയിൻ ഓടിക്കാൻ പാടില്ല. പക്ഷേ നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ അവിടെ വന്നതുകൊണ്ട്, കുറേ ആൾക്കാരെ രക്ഷിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഓടിച്ചു. വളരെ റിസ്ക് എടുത്താണ് ഓടിച്ചത്. മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ഈ 3 സെക്ഷനിൽ ആ സമയത്ത് പമ്പയാർ, അച്ചൻകോവിലാർ, ഈ 2 ആറുകൾ കരകവിഞ്ഞൊഴുകി അവിടെ കുറേ ആൾക്കാർ ട്രാപ്ഡായി. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഇത് ഓടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓടി ചെല്ലുമ്പോൾ കാണുന്നത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ചുറ്റും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കണം. വീടിൻ്റെ കട്ടിലിൻ്റെ ജനലിൻ്റെ ഒക്കെ ഒപ്പം വെള്ളം കയറിയിട്ടുണ്ട്. അവിടുന്ന് ആൾക്കാർ നീന്തി വരികയാണ്. അപ്പോൾ ഒത്തിരി ആളുകളെ അന്ന് രക്ഷിക്കാൻ സാധിച്ചു. ധാരാളം ആളുകൾ കൈക്കുഞ്ഞുങ്ങളും കിട്ടാവുന്ന പാത്രങ്ങളും ഓരോ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഓടി വന്ന് അവരെ കൈ കാണുമ്പോൾ അവർ ഒരു ട്രെയിൻ കാണുമ്പോൾ അവർക്കറിയില്ല ഇങ്ങനെ ഒരു ട്രെയിൻ വരുന്നുണ്ടെന്ന്. ട്രെയിൻ കാണുമ്പോൾ അവരങ്ങനെ ഓടി വരികയാണ്. അപ്പം ഞങ്ങൾ നിർത്തി, ഞങ്ങൾ ഇറങ്ങി. കുറേ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് കൈ പിടിച്ച് ഓരോരുത്തരെയും, ഒരു 3-4 കമ്പാർട്ട്മെൻറ്റുകൾ മാത്രം ഉള്ള ഒരു കൊച്ചു ട്രെയിനായിരുന്നു. അതിൽ പിടിച്ച് കയറ്റി കുറേ ആൾക്കാരെ രക്ഷിച്ചു. അങ്ങനെ രക്ഷിച്ചപ്പോൾ ഒരു നല്ല കാര്യം നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ആളുകൾ മരിക്കുക മാത്രമല്ല, ജീവൻ കൊടുക്കുന്നതും കൂടെയാണ് ട്രെയിൻ എന്നുള്ളൊരു ബോധം ആ സമയത്ത് എനിക്കുണ്ടായി. അതെൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സംഭവമായിട്ട് ഞാൻ ഓർക്കുന്നു. അതൊരു അനുഗ്രഹമാണ് അങ്ങനത്തെ ഒരു സന്ദർഭം. പിന്നെ സാർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉള്ള ആ ഒരു റെയിൽവേയുടെ എഞ്ചിൻ സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു മാറ്റം എന്താണെന്ന് കൂടി നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി പറയാം. ഞാൻ കയറുന്ന സമയത്ത് ഞാൻ കയറുന്ന ഡെസിഗ്നേഷൻ തന്നെ ഡീസൽ അസിസ്റ്റൻറ്റ് എന്നൊരു തസ്തികയിലേക്കാണ് കയറുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, ഡീസൽ എഞ്ചിനാണ് അന്ന് ഉള്ളത്. അപ്പോൾ ഡീസൽ എഞ്ചിൻ WDM2 എന്ന് പറയുന്ന ഒരു സീരീസിലുള്ള ഒരു എഞ്ചിനാണത്. അതിന് അന്നത്തെ കാലത്ത് പവർ വളരെ കുറവാണ്. ഇന്നത്തെ എഞ്ചിനുകളെ
കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അന്ന് പിന്നെ കമ്പയർ ചെയ്യാൻ വേറെ എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് നല്ല പവർ എന്നുള്ള രീതിയിൽ എടുക്കും. 18-20 ബോഗികളിൽ കൂടുതൽ അത് വലിക്കില്ല. അതുപോലെ തന്നെ ഒരു 40 വാഗണിൽ കൂടുതൽ ചരക്ക് വാഗണുകളും അതെടുക്കാൻ അതിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് അത്തരം ഒരു എഞ്ചിനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കൂടുതൽ വെയിറ്റുള്ള ടണ്ണേജുള്ള ട്രെയിനുകൾ ഓടിക്കേണ്ടി വരുമ്പോൾ അതുപോലത്തെ മറ്റൊരു എഞ്ചിനും കൂടെ അതിന് കൂടെ ചേർത്ത് വെച്ച് 2 കൂടെ വലിക്കുന്ന ഒരു സിസ്റ്റമാണുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ വെച്ച് പുഷ് ചെയ്ത് ചെറിയൊരു ഗ്രേഡിയൻ്റ് ആണെങ്കിൽ കയറിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം കാലക്രമേണ ഡീസൽ എഞ്ചിൻ്റെ പവർ കൂട്ടി ഓരോ പുതിയ പുതിയ ഡിസൈനുകൾ ഉണ്ടാകാൻ തുടങ്ങി. WDG എന്നൊക്കെയുള്ള സീരീസിൽ കുറച്ച് ട്രെയിനുകൾ വരാൻ തുടങ്ങി. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇലക്ട്രിഫൈഡ് ട്രെയിനുകൾ ഓടുമ്പോൾ ഇവിടെ അതായിട്ടില്ല ആ സമയത്ത് പോലും. എനിക്ക് തോന്നുന്നത് 90കളിലാണ് ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ ആകുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിഫൈഡ് ഏരിയയിൽ ഓടുന്ന ഇലക്ട്രിക് ട്രെയിനുകൾക്ക് തീർച്ചയായിട്ടും ഇതിനേക്കാൾ കൂടുതൽ വലിക്കാനുള്ള ഹോഴ്സ് പവർ ഉണ്ട്, ശക്തിയുണ്ട്. പിന്നീട് ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ട്രെയിനുകളുടെ വരവാണ്. അപ്പോൾ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്ന ആ ഒരു ട്രാക്ഷൻ മെഷീൻ, ആ മെഷീനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഈ ഇലക്ട്രിക് എഞ്ചിൻ ഇവിടെ സർവ്വസാധാരണമായി. അപ്പോഴും ഈ ഡീസൽ എഞ്ചിനിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ റിസർച്ചുകളെല്ലാം റെയിൽവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഡീസൽ എഞ്ചിനൊരു വലിയ കുതിപ്പ് P4 എന്ന് പറയുന്ന അതായത് ഡീസൽ എഞ്ചിനിലെ ട്രാക്ഷൻ, അതായത് ഓടുന്ന പവർ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു മെത്തേഡാണ്. പലർക്കും അതറിയില്ല. ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് ഒരു ജനറേറ്റർ വർക്ക് ചെയ്യിക്കുകയും ഈ ജനറേറ്ററിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് മോട്ടറിലേക്ക് കൊടുക്കുകയും മോട്ടർ ആക്സിലുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മോട്ടറിലേക്ക് കൊടുക്കുകയും അങ്ങനെയാണ് ഇത് ഓടിക്കുന്നത്. ഇതിനകത്ത് സാങ്കേതികപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ DC ഇലക്ട്രിസിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ DC മോട്ടറുകളാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ DCയിൽ നിന്നും അത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലേക്കുള്ള ഒരു AC ട്രാൻസ്ഫോർമേഷനാണ് പുതിയ ഡെവലപ്മെൻറ്റിലൂടെ വന്നത്. അപ്പോൾ അങ്ങനെ ഡീസൽ എഞ്ചിനിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് പവർ കൂടിയ അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ അത് ഉണ്ട്. പിന്നീട് ഇതേപോലെ തന്നെ ഇലക്ട്രിക് എഞ്ചിനും വീണ്ടും ഡെവലപ്പ് ചെയ്ത് അത് കുറേ കൂടെ സോഫ്റ്റ്വെയർ കൺട്രോൾഡ്, ഇലക്ട്രോണിക് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോൾഡ് ആ ഒരു രീതിയിലേക്ക് വരാൻ തുടങ്ങി. കമ്പ്യൂട്ടർ മൈക്രോ പ്രോസസ്സറുകൾ ഫിറ്റ് ചെയ്ത ലോക്കോകൾ വരാൻ തുടങ്ങി. ലോക്കോ എന്നാണ് പറയുക, ലോക്കോമോട്ടീവിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കൂടെ ട്രാൻസ്പോർട്ടേഷൻ ഈസിയായി, അതിന് ഓപ്പറേഷൻ ഈസിയായി, കൂടുതൽ പവറുകൾ വലിക്കാൻ അതിന് പ്രാപ്തിയായി. അതിലിങ്ങനെ ഡെവലപ്മെൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ വന്ന് നിൽക്കുന്നത് കൊച്ചിനോട് ചേർന്ന പവർ കൊടുക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ ഓടുന്ന മെമു എന്ന് പറയുന്ന ഒരു ട്രെയിനുണ്ട്, മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്ന് പറയുന്ന പല യൂണിറ്റുകൾ, അതിൻ്റെ ഒരു വികസിത രൂപമാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന്. ലോകം മുഴുവനുള്ള ആധുനിക വികസിത രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ള ട്രെയിനിൻ്റെ ഒരു പുതിയ ഫോമാണ്. അതിലേക്ക് വന്ന് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ പഴയ ആ ഡീസൽ എഞ്ചിനിൽ നിന്നും ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ സാർ റിട്ടയർമെന്റിന് മുൻപ് ഏത് തരം ഇതുപോലെ ഇലക്ട്രിക് ഇതിലേക്ക്, അതായത് 3 ഫേസ് ഇലക്ട്രിക് ലോക്കോ, അതായത് ഇലക്ട്രിക് ലോക്കോയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷൻ വളരെയധികം ട്രെയിനുകൾ ഇപ്പം ഓടുന്നുണ്ട്. അപ്പം ഞാൻ റിട്ടയർമെൻറ്റിനോട് അടുക്കുന്ന സമയത്ത് 2018-19 ആ സമയത്തൊക്കെ അത് കുറവായിരുന്നെങ്കിൽ 24 ഞാൻ റിട്ടയർഡായ ലാസ്റ്റ് ട്രെയിൻ പോലും ഒരു 3 ഫേസ് ഇലക്ട്രിക് ലോക്കോ ഉപയോഗിച്ചുള്ള ഒരു ട്രെയിനായിരുന്നു. ധാരാളം ഇപ്പം അങ്ങനെ ഓടുന്നുണ്ട് അത്തരം ട്രെയിനുകൾ. ഇപ്പോൾ ഏറ്റവും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യമായിട്ട് കരുതിയ അവസരങ്ങൾ പറഞ്ഞു. അതിൽ ഇനി ചോദിക്കാനുള്ളത്, എപ്പോഴെങ്കിലും ഏറ്റവും വേദന തോന്നിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം, അതിൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യം ഏതാണ് ഏറ്റവും കൂടുതൽ? ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓടിച്ച ഒരു ട്രെയിൻ അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റിലെത്തി. ആളില്ലാത്ത ഒരു ലെവൽ ക്രോസ് ഗേറ്റിൽ ഒരു കാറുമായിട്ട് കൂട്ടിയിടിക്കുകയുണ്ടായി. അത് 2013. ആ സമയത്ത് മാരാരിക്കുളം എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ അടുത്തായിട്ടൊരു അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റ് ഉണ്ട്. ഈ അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റിലേക്ക് രാവിലെ ആലപ്പുഴ സ്റ്റേഷൻ വരെ ചെന്ന് നിൽക്കുന്ന മദ്രാസിൽ നിന്നും വരുന്ന ചെന്നൈ ആലപ്പി എക്സ്പ്രസ്, അത് എറണാകുളത്തു നിന്ന് കയറി അത് ഓടിച്ചു വരുമ്പോൾ ഉണ്ടായ ഒരു ആക്സിഡൻ്റാണ് ഒരിക്കലും മറക്കാനാവാത്ത, എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, എൻ്റെ സർവീസ് ജീവിതത്തിലെ ഏറ്റവും അഭിശപ്തമായ ദിവസമെന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടായത്. അന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ ഡ്യൂട്ടി കയറിയത്. ആ സന്തോഷത്തിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത്, ഏറ്റവും കുറച്ച് ദൂരം ഡ്യൂട്ടി ചെയ്താൽ മതി. എറണാകുളം ടു ആലപ്പി ആൻഡ് എറണാകുളം, അതോടുകൂടി ഡ്യൂട്ടി തീരും. 1.5 മണിക്കൂർ നേരമേ ഡ്രൈവുള്ളൂ. ഡ്യൂട്ടി സമയങ്ങളെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ 2.25 മണിക്കൂറൊക്കെ എത്തുള്ളൂ. അതിനുശേഷം വലിയൊരു ഗ്യാപ്പ് ആലപ്പുഴയിലുണ്ട്. ആ സമയത്ത് അമ്പലപ്പുഴയിലാണ് എൻ്റെ സ്വന്തം വീട്. അമ്മയുണ്ട് അവിടെ. ഞാൻ എറണാകുളത്ത് താമസിക്കുകയാണെങ്കിലും അമ്പലപ്പുഴയിൽ പോകും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ സന്ദർശിക്കാറുണ്ട്. ഈ ഒരു ഡ്യൂട്ടിക്കിടയിൽ കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി അമ്മയുടെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കുക എന്നുള്ളൊരു വലിയ ആഗ്രഹം, അത് ഞാൻ നിറവേറ്റാറുണ്ട് ഈ ഡ്യൂട്ടിയിൽ. അപ്പോൾ അങ്ങനെ മനസ്സുകൊണ്ട് വളരെയധികം ഹാപ്പി ആയിട്ട് കയറിയ ഒരു ദിവസമായിരുന്നു അന്ന്. വളരെ അപ്രതീക്ഷിതമായിട്ട്
മാരാരിക്കുളം സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അന്ന് ധാരാളം അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റുകളുള്ള സെക്ഷനാണ് എറണാകുളം, ആലപ്പുഴ, കായംകുളം സെക്ഷനിൽ. കാരണം വളരെ ഡെൻസായിട്ട് ആളുകൾ താമസിക്കുന്നതുകൊണ്ട് ഗേറ്റില്ല, ശരിക്കൊരു വഴി മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഒരു കാറ് പെട്ടെന്ന് പാഞ്ഞു വരുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്താൽ പ്രയോജനമില്ല എന്നറിയാം. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരേ ഒരു പരിപാടി ഹോൺ മുഴക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഹോൺ മുഴക്കി. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഹോൺ കൊണ്ട് ആ ഡ്രൈവറെ അലർട്ട് ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു അവിടെ നമുക്ക് ചെയ്യാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവർ ആൾറെഡി ഇത് കണ്ടു കഴിഞ്ഞു, ട്രെയിൻ വരുന്ന കാറിൻ്റെ ഡ്രൈവർക്ക് കാണാം. അപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരു വണ്ടി വരികയാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആ വണ്ടി വരുമ്പോഴത്തേക്കും ആ വണ്ടി എത്തുന്നതിന് മുമ്പ് അപ്പുറം കിടക്കണം. ട്രെയിൻ എത്തുന്നതിന് മുമ്പ് അപ്പുറം കിടക്കുന്ന ആൾക്കാരും ഉണ്ട്, അതുപോലെ തന്നെ മരിച്ചു പോകുന്നവരുണ്ട്. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഓവർടേക്കിംഗ് കണ്ടിട്ടില്ലേ, എങ്ങനെ നമുക്ക് മുമ്പേ കിടക്കണം, മുമ്പേ കിടന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മുടെ ഒരു സ്വഭാവ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കാറിൻ്റെ ഡ്രൈവർ ട്രെയിൻ എത്തുന്നതിന് മുമ്പേ അപ്പുറം കിടക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷനിൽ വന്ന് കയറി. പക്ഷേ ഈ ട്രെയിനിൻ്റെ സ്പീഡ് ഒരിക്കലും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ യൂണിഫോം മോഷനായിട്ട് വരുന്നുണ്ട്. അത് പതുക്കെ വരികയാണെന്ന് നമുക്കൊരു തോന്നലുണ്ടാകുകയും, പക്ഷെ അതിന് 90 കിലോമീറ്റർ സ്പീഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്. നല്ല സ്പീഡിലാണ് നമുക്ക് തോന്നുന്നു. നോക്കുന്ന ആൾക്ക് അങ്ങനെ തോന്നുന്നു. അതാണ്, അതൊരു പെർസ്പെക്റ്റീവാണ് അത്. ഏതായാലും വന്ന് കയറി ട്രെയിൻ വലിയ ശബ്ദത്തോടുകൂടി ആ കാറ് ഇടിച്ചു. ആ കാറ് ഒരു വട്ടം കറങ്ങിയിട്ട് ഉയർന്നു പൊങ്ങിയിട്ട് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, മാസ്റ്റർ എന്നാണ് ഞങ്ങൾ പറയുക, അതിലിടിച്ചു. ഒന്നുകൂടെ കറങ്ങിയിട്ട് അവിടുത്തെ ഒരു കുളത്തിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു. അപ്പോൾ ആ കാറ് പപ്പടം പൊടിയുന്ന കണക്കങ്ങ് പൊടിഞ്ഞ് പല പല പീസായി ചളങ്ങി വല്ലാതെ ആയിപ്പോയി. അതിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയി. വണ്ടി അപ്പോഴത്തേക്ക് നിന്നു. കാരണം ഇടിക്കും എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്തു, ഞാനും അപ്ലൈ ചെയ്തു. ഞാൻ പെട്ടെന്ന് തലകുനിച്ച് രണ്ട് കയ്യിലും എൻ്റെ തല ഇങ്ങനെ പൂഴ്ത്തി അങ്ങനെ ഇരുന്ന് പോയി ഒരു നിമിഷ നേരത്തേക്ക്. അത് കഴിഞ്ഞ് ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ കാണുന്നത് എൻ്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായ ചേർത്തലക്കാരൻ ബിനു, അദ്ദേഹം ഇറങ്ങി ഓടിക്കഴിഞ്ഞു ആ സമയത്തേക്ക്. അത് കഴിഞ്ഞ് പിന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടെ ആ അന്തരീക്ഷം അങ്ങ് മാറുകയാണ്. ധാരാളം ആളുകൾ ഓടിക്കൂടുന്നു, വലിയ വലിയ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു, ട്രെയിനിലുള്ള യാത്രക്കാർ മുഴുവൻ ഓടി അവിടേക്ക് പോകുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ കുറച്ച് നിമിഷങ്ങളായിരുന്നു അത്. അതിനുശേഷം ബിനു വന്ന് ലോക്കോയിലേക്ക് കയറുമ്പോൾ ഞാൻ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ചോദിച്ചപ്പോൾ ബിനു രക്ഷയില്ല എന്നുള്ള രീതിയിലാണ് തലയാട്ടിയത്. ദാറ്റ് മീൻസ് അതിനകത്ത് ട്രാവൽ ചെയ്തിരുന്ന എല്ലാവരും മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ട്രാവൽ ചെയ്തിരുന്ന 4 പേരായിരുന്നു. അത് അതിനേക്കാളും ദുഃഖകരമായിട്ട് പിന്നീട് അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജർമ്മനിയിൽ നിന്ന് ഇവിടെ നാട് കാണാനെത്തിയ ഒരു ജർമ്മൻ ദമ്പതികളായിരുന്നു. അവർ 2 കുട്ടികളെ ഒറീസയിൽ നിന്ന് ദത്തെടുത്ത 2 കുട്ടികളുണ്ടായിരുന്നു. ആ 2 കുട്ടികൾ ഭാഗ്യവശാൽ റിസോർട്ടിലായിരുന്നു അവർ താമസം. പക്ഷേ അതിൻ്റെ ഡ്രൈവറും ജർമ്മൻ കപ്പിൾ അവരും ആ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് എന്തിനോ വേണ്ടി മരണത്തിലേക്ക് കയറിപ്പോയ ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. പെൺകുട്ടി പറഞ്ഞു ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞു. ഇവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. ദമ്പതികളിലെ ആ സ്ത്രീക്ക് കലശലായ വയറുവേദന അനുഭവപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അയാൾ. ആ ഡ്രൈവർക്ക് നല്ലൊരു ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ, കാരണം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അയാൾ തിരഞ്ഞെടുത്ത വഴി അപകടം പിടിച്ചതും മരണത്തിലേക്കുള്ളതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വസ്തുത. അന്ന് എനിക്ക് വീട്ടിലും ഞാൻ പോയില്ല. അന്ന് ഉച്ചയ്ക്ക് ഊണ് പോലും കഴിച്ചില്ല. അതിന് കുറേ നടപടികൾക്ക് ശേഷം ആലപ്പുഴയിൽ ആ ട്രെയിൻ എത്തിയപ്പോൾ തന്നെ ഒത്തിരി താമസിച്ചു. തിരിച്ച് എറണാകുളത്തേക്ക് എത്തിക്കാൻ വേറെ ക്രൂവിനെ അയക്കണമെന്ന് ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ തന്നെ എത്തിച്ചോളാം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഓഫീസർ മുംബൈയിലായിരുന്നു, അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് എമർജൻസി സിറ്റുവേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെൻ്റ് വാനുണ്ട്, ഒരു ട്രെയിനുണ്ട്. ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു. അത് വേണ്ടാന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾക്കാർക്കും പാസഞ്ചേഴ്സിനാർക്കും പരിക്കില്ല എന്ന് പറഞ്ഞു. ആ ഒരു ദിവസം ഒരു വല്ലാത്തൊരു ദിനമായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആ ഒരു മെന്റൽ ട്രോമ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? പിന്നെ അത് പലരും എന്നോട് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ CRC ഞങ്ങളുടെ ക്രൂ കൺട്രോളർ എന്ന് ചോദിച്ചു, വേണമെങ്കിൽ ഒരു 3-4 ദിവസം ലീവ് എടുത്തോ വേണുഗോപാൽ, വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും തന്നെ ചിന്തിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. പക്ഷേ ഒരു ദിവസം ഞാൻ പോയില്ല. നെക്സ്റ്റ് ഡേ ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരുന്നു. അതിനുശേഷം പിന്നെ എന്നോട് വേറൊരു കൂട്ടുകാരൻ ചോദിച്ചു, ഒരു സൈക്യാട്രിസ്റ്റിനെ പോയിട്ടൊന്ന് കൗൺസിൽ ചെയ്തോളാം. വേണ്ട, അതിനുള്ള മനധൈര്യം എനിക്കുണ്ട്, ഞാൻ അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഡ്യൂട്ടിക്ക് കയറി. പിന്നെ കാലചക്രത്തിൻ്റെ ആ ഒരു ഉരുളലിൽ അത് വിസ്മൃതിയിലേക്ക് ആണ്ട് പോകാമായിട്ടും പക്ഷേ വിസ്മൃതിയിലേക്ക് ആണ്ട് പോയിട്ടില്ല. അതാണ് എൻ്റെ വസ്തുത. എങ്കിലും ആ മനസ്സിൻ്റെ ട്രോമ പതുക്കെ അലിഞ്ഞലിഞ്ഞില്ലാതായി എന്ന് പറയുന്നതായിരിക്കും വാസ്തവം. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങളോടായിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? കാരണം നമുക്ക് ഈ ക്രോസ് അടച്ചിടുമ്പോൾ നടന്നു വരുവാണെന്ന് വെക്കും, എല്ലാവർക്കും ഒരു തിരക്കാണ്. ഇത് വരുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ സൈഡിൽ കൂടെ ആണെങ്കിൽ ഇറങ്ങി പോകാനോ, അല്ലെങ്കിൽ ഇനി 3 ട്രെയിൻ വരുമ്പോഴും പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് പറയാൻ എന്താണുള്ളത്? അതായത് ട്രെയിൻ എന്ന് പറയുന്നത് 1.5 മീറ്റർ വീതി മാത്രമുള്ള ഒരു ട്രാക്കിൽ കൂടെ പോകുന്നൊരു വാഹനമാണ്. അത് മാത്രമല്ല അതിനെ സൈഡിലോട്ട് വെട്ടിക്കാനോ അതല്ലെങ്കിൽ നിശ്ചിത സ്ഥലത്ത് ബ്രേക്ക് ചെയ്ത് നിർത്താനോ കഴിയുന്നൊരു വാഹനമല്ല. അപ്പോൾ ഈ ഒരു 1.5 മീറ്റർ അവോയ്ഡ് ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടി നടന്നു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കും ഈ പൊതുജനത്തിന്.
അതിന് പകരം നമ്മൾ കാണുന്നത് ഒരു ട്രെയിൻ വരികയാണെങ്കിൽ അലസമായിട്ട് ഈയാമ്പാറ്റകളെ പോലെ മരണത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അംഗഭംഗങ്ങളോ ഇഞ്ചേർഡായിട്ട് ജീവിതകാലം മുഴുവൻ നരയിക്കുന്നതൊക്കെ കാഴ്ചകൾ സ്ഥിരം ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ജനങ്ങളോടായിട്ട് പറയുന്നത്, ഒരല്പം സൂക്ഷ്മതയോടുകൂടി റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുക. അടച്ചിട്ടിരിക്കുന്ന ഒരു ഗേറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിലൊരു ട്രെയിൻ വരാനുണ്ടെന്നുള്ളതാണ്. അതല്ലാതെ ആ ഗേറ്റിൻ്റെ അടിയിൽ കൂടെ നുഴഞ്ഞു കയറി അപ്പുറത്ത് കടക്കാവുന്ന ചില ബൈക്കുകാരൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നതൊക്കെ കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഒരു ട്രെയിൻ പാസ് ചെയ്യാം. ഈ ട്രെയിൻ അധികം സ്പീഡിലാണ് വരുന്നത്. ഈ ട്രെയിനുകൾ വരുന്നത് കണ്ടിട്ട് ഓടി വന്ന് ട്രാക്ക് കടന്നു പോകാൻ ശ്രമിക്കുന്നതിന് പകരം പതുക്കെ നടന്നു വന്നാൽ മതി. അപ്പോഴത്തേക്കും 4 സെക്കൻഡ് കൊണ്ട് ട്രെയിൻ അങ്ങ് പാസ് ചെയ്യും. അത്രയും ക്ഷമ കാണിച്ചൂടെ? പിന്നെ ഈ ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ട്രാക്കിലൂടെ നടക്കുന്നത്. ഒരാഴ്ചയിൽ മിനിമം ഒരാൾ വെച്ചിട്ട് മരിക്കാറുണ്ട്. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മളെ കണ്ടമാനം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നൊരു എക്യുപ്മെൻ്റാണ്. ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ട്രാക്കിൽ വരാതിരിക്കുക, അല്ലെങ്കിൽ ട്രാക്കിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിക്കാതിരിക്കുക. മറ്റൊന്ന്, നമുക്ക് പലർക്കും ഉള്ള ചിന്ത എന്ന് പറഞ്ഞാൽ ട്രാക്ക് ജസ്റ്റ് ആ റെയിലിന് തൊട്ടിപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തട്ടില്ല, അത് റെയിലേ കൂടെ അല്ലേ പോകുന്നതെന്നുള്ളതാണ്. അങ്ങനെയല്ല. 1.56 മീറ്റർ വീതിയുള്ള റെയിലിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ആ ബോഡി എവിടെയെങ്കിലും നമ്മളെ തട്ടിയാൽ മതി, ജസ്റ്റ് ഒന്ന് ഉരസിയാൽ മാത്രം മതി, അത് നമുക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടാകും എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. റെയിലിൻ്റെ അടുത്ത് മാത്രമല്ല, ഒരല്പം അകന്ന് തന്നെ നിന്ന് അല്ലെങ്കിൽ സഞ്ചരിച്ച് നമ്മുടെ ഭാഗം സേഫാക്കാനായിട്ട് നമ്മളെ പ്രതീക്ഷിച്ച് ഒത്തിരി പേര് വീട്ടിൽ ഇരിപ്പുണ്ടെന്നുള്ള ചിന്ത റെയിൽവേ ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയോ അല്ലെങ്കിൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ ദയവേത് പൊതുജനങ്ങൾ അങ്ങനെ സൂക്ഷിച്ച് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ പറഞ്ഞു ലോക്കോ പൈലറ്റിന്റെ ഒരു ജീവിതം, ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഇനി റെയിൽവേ കൊണ്ടുവരേണ്ടതായിട്ടുള്ള മാറ്റങ്ങളെ പറ്റി ഒന്ന് ചുരുക്കി പറയാം. ഈ ലോക്കോ പൈലറ്റുമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നൈറ്റ് ഡ്യൂട്ടിയുടെ കാര്യമാണ്. ഒരു 2 നൈറ്റിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോക്കോ പൈലറ്റിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കരുത്. മറ്റൊന്ന്, ഒരു മനുഷ്യനെ നമ്മൾ ഏറ്റവും കൂടുതൽ അവന് മനസ്സാന്നിധ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അയാൾ എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ജീവിതം കൊടുക്കുമ്പോഴാണ്. ഇപ്പോൾ എല്ലാം ഒന്നും നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും മിനിമം അയാളുടെ കുടുംബത്തോടു കൂടി, ഈ ലോക്കോ പൈലറ്റ് ഒരു മനുഷ്യനാണെന്ന് കണ്ട് ലോക്കോ പൈലറ്റിൻ്റെ കുടുംബത്തോടുകൂടി ആഴ്ചയിൽ ഒരു ദിവസം ഫുൾ വിശ്രമിക്കാനുള്ള ഒരു അവസരമെങ്കിലും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, നിങ്ങൾക്കൊരു വീക്ക്ലി ഓഫ് കിട്ടുന്നില്ല എന്നുള്ളത്. 30 മണിക്കൂർ എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ PR, പീരിയോഡിക്കൽ റെസ്റ്റ് എന്ന് പറയുന്ന വീക്ക്ലി ഓഫ്. ഒരു കംപ്ലീറ്റ് ഡേ ആയിട്ട് ഒരു ലോക്കോ പൈലറ്റിന് വിശ്രമം കൊടുക്കുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല, അയാളുടെ മൈൻഡൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾക്കുള്ള പല സാമൂഹിക പ്രതിബദ്ധതകളുണ്ടാകും, അതിലൊന്നും ശ്രദ്ധ തിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അയാളുടെ മനസ്സ് ടെൻഷനായിട്ട് വല്ലാതെ ഇങ്ങനെ വിഷമിക്കുകയാണ്. പുള്ളിയാണ് ഈ 10,000-3000 പേരെയും വായിച്ചുകൊണ്ട് രാത്രി ട്രെയിൻ ഓടിപ്പിക്കാൻ ഏൽപ്പിക്കുന്നത്. ഇത്തരം നയങ്ങൾ മാറ്റണം. മറ്റൊന്ന്, ധാരാളം പെൺകുട്ടികളൊക്കെ ലോക്കോ പൈലറ്റായിട്ട് വരുന്നുണ്ട്. ലോക്കോയ്ക്കകത്ത് ഇന്ന് വരെ ഒരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ലോക്കോകളിൽ ടോയ്ലറ്റുകൾ നിർബന്ധമായിട്ടും സ്ഥാപിക്കണം. ഇത്ര തിരക്കിനിടയിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കൾക്ക് ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഈ ട്രെയിൻ ഓടിക്കുന്ന ഈ ലോക്കോ പൈലറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് ആകാംക്ഷയോടെ അറിയാൻ കാത്തിരുന്ന ഒരുപാട് പേർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ലോക്കോ പൈലറ്റിന്റെ ജീവിതം എങ്ങനെയാണ്, ജോലി എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് പ്രത്യേകം നന്ദി. ഇത്രയും ദൂരം സഞ്ചരിച്ച് നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇനിയുള്ള ജീവിതത്തിൽ എല്ലാവിധ വിജയവും ആശംസിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും നന്ദി. തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് റെയിൽവേയിൽ ലോക്കോ പൈലറ്റായി സേവനമനുഷ്ഠിച്ച വേണുഗോപാൽ ജെയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.